ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള മസാല ദോശ എങ്ങനെയാണ് ഏറ്റവും നല്ല രുചിയിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ദോശ ബാറ്റർ ആണെങ്കിലും അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള ദോശക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഡ്ലി റൈസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പച്ചരി ആണെങ്കിലും ഇഡ്ലി റൈസ് ഒക്കെ ആണെങ്കിലും രണ്ടും ഒരേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഈ റെസിപ്പി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചരി ഉപയോഗിക്കുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് അളവിൽ ഉഴുന്നുപരിപ്പ്, 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, 3/4 ടീസ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് സാമ്പാർ പരിപ്പാണ് ചേർക്കുന്നത് കേട്ടോ. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പും 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും. നിങ്ങൾക്ക് കടലപ്പരിപ്പായിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് ഒരുമിച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ഉഴുന്നുപരിപ്പ് സെപ്പറേറ്റ്, പച്ചരി സെപ്പറേറ്റ് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം ഒരുമിച്ചിട്ട് തന്നെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. 4 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഒരുമിച്ചിട്ടിട്ട് അരക്കാതെ പകുതിയായിട്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. മിക്സി ഒരുപാട് ചൂടായി പോകുന്ന രീതിയിൽ എപ്പോഴും മാവ് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ആദ്യം അരച്ചെടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് ചോറ് കൂടി അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്ത സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് ചെറിയൊരു കളർ ചേഞ്ച് കാണുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ആട്ടുകല്ലിൽ അരച്ചിട്ടൊക്കെയാണല്ലേ ദോശക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ അരച്ച് ചെയ്യുമ്പോൾ മിക്സിയുടെ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ദോശയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നത് പോലെയാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത മാവിനെ കൈ വെച്ച് നന്നായി ചുറ്റിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന ഒരു രീതി കണ്ടോ, ഇതുപോലെ വേണം ചെയ്തെടുക്കുക. നമ്മൾ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളിതും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ തുടങ്ങി 10 മണിക്കൂർ വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് അതിൽ മാറ്റം വരും കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെക്കേണ്ടി വരും. ഞാനിവിടെ 8 മണിക്കൂറാണ് മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി വെള്ളം ചേർക്കാം. അതുപോലെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവ് ഒരിത്തിരി കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറഞ്ഞൊരളവിൽ വെള്ളം ഒഴിച്ച് ദോശക്കൂട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക്, ആ ഒരു പാകത്തിലോട്ടേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കിയെടുക്കാൻ ഒരു പാൻ വെച്ചത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ എടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടുകടലയാണ്. അതും വളരെ കുറഞ്ഞൊരളവിൽ മതി. 1 തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് വളരെ കുറഞ്ഞൊരു സമയം മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഞാൻ ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാള നമുക്ക് ഒത്തിരി ആവശ്യമായിട്ടില്ല. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള ഒരിക്കലും കളറ് മാറി വരുന്ന രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട. സവാള ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്ന പാകത്തിൽ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഒരു വറ്റൽമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അടുത്തതായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കാം ഈ ഒരു കണക്കിന്.
അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നന്നായിട്ട് വെന്ത് വന്ന ഉരുളക്കിഴങ്ങിന് ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മസാല ഒത്തിരി ഡ്രൈ ആയി പോകരുത്, ചെറിയൊരു നനവുള്ള പാകത്തിൽ വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, അപ്പോൾ അത് മറന്നു പോകരുത്. 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒരിത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മസാല ദോശ തയ്യാറാക്കിയെടുക്കുന്ന വലിയ കല്ലുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയൊരു പാൻ ഉപയോഗിക്കാം. കുറച്ച് എണ്ണ തടവി ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ദോശ ചുടുന്നതിന് മുന്നേ ഒരിത്തിരി വെള്ളം നനച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ മാവ് എത്രയാണോ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ നിങ്ങളുടെ ദോശക്കല്ലുള്ളത് അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 2 തവി ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ ഇതിലോട്ട് കുറച്ച് നെയ്യ്, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഈ നെയ്യുടെ ഒരു ഫ്ലേവർ ചെറുതായിട്ട് വരുമ്പോഴാണ് ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഒരിത്തിരി നെയ്യ് തൂക്കിക്കൊടുത്ത് നന്നായിട്ട് ദോശ മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് മടക്കി കൊടുത്താൽ മതി. നല്ലതുപോലെ മൊരിഞ്ഞിട്ടും ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ ആ മസാല ദോശ കൊണ്ടുതരുമ്പോൾ വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, ദോശക്കൂട്ടും അതുപോലെ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പാർ, അതുപോലെ തന്നെ തേങ്ങാ ചട്നി, 2 രീതിയിലുള്ള തേങ്ങാ ചട്നിയൊക്കെ ആണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരു ശരവണഭവൻ സ്റ്റൈലിലുള്ള ഒരു തേങ്ങാ ചട്നി, അതുപോലെ തന്നെ ഒരു തക്കാളി ചട്നിയുടെയൊക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാല ദോശയും ആ തേങ്ങാ ചട്നിയൊക്കെ കൂടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.